വയനാട് കള്ളാടി മണ്ണിടിച്ചിൽ ദുരന്തത്തിൽ കാണാതായ മുഴുവൻ പേരുടെയും മൃതദേഹം കണ്ടെത്തി. ഇന്ന് നടത്തിയ തെരച്ചിലിൽ കണ്ടെത്തിയ മൃതദേഹം ഹിമാചൽ പ്രദേശ് സ്വദേശി വിക്രം റാണയുടേതാണെന്ന് ബന്ധുക്കൾ സ്ഥിരീകരിച്ചു. മണ്ണിടിഞ്ഞതോടെ അടിഞ്ഞുകൂടിയ മണ്ണ് മാറ്റാനുള്ള പ്രവർത്തികൾ പ്രദേശത്ത് തുടരുകയാണ്. രാവിലെ 7 മണിയോട് ആരംഭിച്ച തെരച്ചിലിനിടെയാണ് മീനാക്ഷി പാലത്തിനോട് ചേർന്ന് ഏകദേശം 150 മീറ്റർ അകലെ പുഴയുടെ വലതുകരയിലെ കുളത്തിൽ നിന്ന് ദുരന്തത്തിൽ കാണാതായ 8ാമത്തെ ആളുടെ മൃതദേഹവും കണ്ടെത്തിയത്. സേനാ വിഭാഗങ്ങളും രക്ഷാപ്രവർത്തകരും ചേർന്ന് മൃതദേഹം പുറത്തെടുത്തു. മൃതദേഹം ഹിമാചൽ പ്രദേശ് സ്വദേശി വിക്രം റാണയുടേതെന്ന് കുടുംബം തിരിച്ചറിഞ്ഞു. പൂർണ്ണ പിന്തുണ നൽകിയെന്നും ഒപ്പം നിന്ന എല്ലാവരോടും നന്ദിയുണ്ടെന്നും വിക്രമിന്റെ സഹോദരൻ പറഞ്ഞു. एक पूरे स्टेट का मंत्री होने के बाद इतने बिजी शेड्यूल के बाद हमारा साथ दिया और मैंने मीडिया वालों को विशेष धन्यवाद करता हूं क्योंकि ये रोज यहाँ खड़े होकर हमारी हर एक स्टेप को कवर कर रहे थे और आज हमारे भाई मिल गए, समझो हमें सब कुछ मिल गया. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ എത്തിച്ച് എംബാം ചെയ്തതിനു ശേഷം മൃതദേഹം നാട്ടിലേക്ക് കൊണ്ടുപോകും. നാട്ടിലെത്തിക്കാനുള്ള നടപടികൾ സ്വീകരിക്കും. ആ സ്ഥലത്ത് ഇന്നലെ 2-3 തവണ നമ്മൾ സെർച്ച് നടത്തിയതാണ്. പക്ഷേ വീണ്ടും അവിടെ ഇന്ന് ഹോസ്പിറ്റലിൽ നിന്ന് വന്നതായ പരിക്ക് പറ്റി വന്നതായിരിക്കുന്ന ഒരാളുടെ അനുമാനമടക്കം എടുത്ത് വീഡിയോ അടക്കം തുടർ പരിശോധനകൾക്ക് വിധേയമാക്കി അതിനുശേഷം ഡോഗിനെ വിന്യസിച്ച് ഡോഗ് വന്ന് പ്രത്യേകമായി ഒരിടത്തിറങ്ങി നിന്ന് അവിടെ സ്മെല്ല് ചെയ്ത് അവിടെ നിന്ന് തന്നതായ സിഗ്നലാണ് അതിന് പ്രധാനപ്പെട്ട കാരണമായി മാറിയത്. മണ്ണിടിച്ചിൽ ഉണ്ടായി 6ാം ദിവസമാണ് ദുരന്തത്തിൽ കാണാതായ അവസാനത്തെ ആളുടെയും മൃതദേഹം ലഭിക്കുന്നത്. ഇതോടെ അപകട സ്ഥലത്തെ തെരച്ചിൽ അവസാനിപ്പിച്ചു. പ്രദേശത്ത് അടിഞ്ഞുകൂടിയ മണ്ണ് മാറ്റാനുള്ള പ്രവൃത്തികൾ തുടരുകയാണ്. തുരങ്കപാതയുടെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് കൂട്ടിയിട്ടിരിക്കുന്ന മണ്ണ് എങ്ങനെ നീക്കം ചെയ്യണം എന്നതിൽ വിദഗ്ധ സമിതിയുടെ റിപ്പോർട്ടിന് ശേഷമായിരിക്കും തീരുമാനം. ഇതിനിടെ നിർമ്മാണത്തിലിരിക്കുന്ന തുരങ്കപാതയുടെ പൂർണ്ണ ഉത്തരവാദിത്തം കരാർ കമ്പനിയായ ദിലീപ് ബിൽകോൺ കമ്പനിക്കായിരിക്കുമെന്ന് കൊങ്കൺ റെയിൽവേ കോർപ്പറേഷൻ അറിയിച്ചു. കള്ളാടി മണ്ണിടിച്ചിൽ ദുരന്തമുണ്ടായി 6 ദിവസത്തെ തുടർച്ചയായ തിരച്ചിലിന് ശേഷം കാണാതായ 8 പേരുടെയും മൃതദേഹങ്ങൾ കണ്ടെത്തി കഴിഞ്ഞു. ഇനി സർക്കാരും നിർമ്മാണ കമ്പനിയും പരസ്പരം പരിചാഴുന്ന ദുരന്തത്തിന്റെ യഥാർത്ഥ കാരണം കണ്ടെത്തേണ്ടതുണ്ട്. ദുരന്തമുഖത്തു നിന്നും ക്യാമറ പേഴ്സൺ ജിതിൻ ജോസിനൊപ്പം ലിൻഡോ തോമസ്, ന്യൂസ് മലയാളം, വയനാട്.